MOM 11D നാലാമത്തെ കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് ആണ് സൗണ്ട് ഇൻവെന്ററി കൺട്രോൾ പ്രാക്ടീസസ് ഗൈഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ സപ്ലൈസിൻ്റെ സ്റ്റോറേജ് ABC അനാലിസിസ് വെച്ചിട്ടും BED വെച്ചിട്ടും FSN വെച്ചിട്ടും FEFO വെച്ചിട്ടും ഒക്കെ മാനേജ് ചെയ്യണം. സെയിം ടൈം നമ്മൾ അതിൻ്റെ പ്രൊക്യർമെൻറ്റ് ലീഡ് ടൈം അനാലിസിസ് ഉപയോഗിച്ച് മാനേജ് ചെയ്യണം. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ലീഡ് ടൈം അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊക്യർമെൻറ്റിന് ഓർഡർ ചെയ്ത് ഇൻവെൻട്രിയിൽ ആ സാധനം എത്തിപ്പെടുന്ന സ്റ്റോക്ക് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് വരെയുള്ള ടൈം മാനേജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രേപ്സിൻ്റെ പ്രൊക്യർമെൻറ്റ് വിൻഡോയിൽ ഓർഡറിങ്ങിൽ പോകുമ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ വെച്ചിട്ടുണ്ട്. ലീഡ് ടൈം അനാലിസിസ് വെച്ചിട്ടാണ് ആ ഫാക്ടർ ഫൈൻഡ് ചെയ്യുന്നത്. അത് ഒരു 6 മാസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലീഡ് ടൈം അനാലിസിസ് സോഫ്റ്റ്വെയർ ഗ്രേപ്സ് തന്നെ ചെയ്ത് ആ ഫാക്ടർ അവിടെ ലോഡ് ചെയ്യുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്കത് മാനുവലി അവിടെ എൻട്രി ആവുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ VD നമുക്ക് വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഒരു 3 കാറ്റഗറി ഉപയോഗിച്ചുകൊണ്ട് വേർതിരിക്കാം. ഫസ്റ്റ് എക്സ്പയറി, ഫസ്റ്റ് ഔട്ട് എന്ന് നമ്മൾ ഈ സാധനങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം എക്സ്പയറി ആകാൻ പോകുന്ന സാധനങ്ങളെ ഫ്രണ്ടിൽ വെക്കണം. അതിൻ്റെ ബാക്കി സ്റ്റോക്ക് പുറകിലോട്ടാണ് വെക്കേണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏറ്റവും ആക്സസിബിൾ പ്ലേസിൽ വെക്കണം. ആ രീതിയിൽ നമ്മൾക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ സ്റ്റോർ ചെയ്യുന്നതിനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം. MOM 11D സൗണ്ട് ഇൻവെന്ററി കൺട്രോൾ പ്രാക്ടീസസ് ഗൈഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ് യൂസ് സൗണ്ട് ഇൻവെന്ററി കൺട്രോൾ പ്രാക്ടീസസ് ലൈക്ക് ABC, VED, FSN, FEFO ആൻഡ് ലീഡ് ടൈം അനാലിസിസ്.